ബേബി, ഹാവ് ദിസ് ഡ്രിങ്ക്. കഴിക്കണം പ്ലീസ്. Cheers. ബേബി ഇത് കഴിക്കണ്ട. എഴുന്നേക്ക്, വീട്ടിലേക്ക് പോവാം. ബേബി, ഇവൻ ആരാണ്? എനിക്കറിയില്ല. എനിക്ക് ബേബിയെ നല്ലപോലെ അറിയാം. ബേബിയുടെ തറവാടും അറിയാം. നിങ്ങൾ ആരായിരുന്നാലും കടന്ന് പുറത്തു പോകണം. ബേബിയും കൊണ്ട് ഞാൻ പോവും. എന്നെ നിങ്ങൾ കൊണ്ടുപോകുമോ? അതെ. ആ വലിയ തറവാട്ടിൽ ജനിച്ച ഒരു പെൺകുട്ടി ഇങ്ങനെ ഇവന്മാരുടെ കൂടെ കൂത്താടാൻ ഞാൻ അനുവദിക്കില്ല. നടക്ക് വീട്ടിലേക്ക്. ഞാൻ വരുന്നില്ല. വരുന്നില്ലേ? നടക്കേ. അവളെ വിടാനാണ് പറഞ്ഞത്. വിട്ടില്ലെങ്കിലോ? You get out. നിന്റെ ഈ പോക്ക് നീ നിർത്തിയില്ല അല്ലേ? എന്താ ഇന്ന് വേഗം വരാൻ തോന്നിയത്? ഞാൻ വിളിച്ചോണ്ട് വരികയായിരുന്നു. എവിടുന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നത്? ക്ലബിൽ നിന്ന്. ഒരുതരം കൂട്ടുകാരുമൊത്ത് നശിക്കാൻ തുനിയെന്ന് കണ്ടപ്പോ ഞാൻ ബലമായി പിടിച്ച് കാറിലിട്ടുകൊണ്ട് വന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം? ഈ തറവാട്ടിലൊരു പെൺകുട്ടി ഇങ്ങനെ നശിക്കുന്നു കണ്ടപ്പോ അല്പം വിഷമം തോന്നി, അതുകൊണ്ടാ. നിങ്ങൾ ആരാ? ഞാൻ ഈ കുടുംബത്തോടും ഇവിടുത്തെ ആൾക്കാരോടും സ്നേഹമോ ബഹുമാനമോ എന്താ പറയേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരാളാണെന്ന് കരുതിയാൽ മതി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊച്ചമ്മയുടെ ഈ കൈകൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആഹാരം വിളമ്പി കൊടുത്തിട്ടുള്ളതല്ലേ? അതനുഭവിച്ചിട്ടുള്ളവരിൽ ഒരാളാണ് ഞാനും എന്ന് കരുതിയാൽ മതി. എന്നാലും പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. കുട്ടിക്കാലത്ത് ഞാൻ ഈ എസ്റ്റേറ്റിലൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചമ്മ അതൊന്നും ഓർക്കുന്നുണ്ടാവില്ല. ആര് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു പ്രകൃതക്കാരിയാണ് എന്റെ മകൾ. നിങ്ങൾക്ക് അവൾ അനുസരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങളോടതിനെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നന്ദി തോന്നുമെങ്കിൽ പറഞ്ഞു തീർക്കണമെന്നില്ല, പ്രവൃത്തി കാണിച്ചാൽ മതി. എന്ന് വെച്ചാൽ? ഞാൻ കാര്യമായ തൊഴിലൊന്നും ഇല്ലാത്തവനാണ്. എനിക്കിവിടെ എന്തെങ്കിലും ജോലി കിട്ടിയ കൊള്ളാം.
നീയോ? അതെ. കൊച്ചമ്മയ്ക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഇങ്ങോട്ട് കയറിയാട്ടെ. നിന്നെ ആരാ അവിടെ നിയമിച്ചത്? ഞാനാ. ഓഹോ, അമ്മ ഇപ്പോൾ റൗഡികളെല്ലാം വിളിച്ചാണോ ജോലിക്ക് വെക്കുന്നത്? അവൻ റൗഡിയല്ല. ഇനി നിനക്ക് വെളിയിൽ പോണമെങ്കിൽ അവനായിരിക്കും കാർ ഓടിക്കുക. എന്നാ എനിക്കിവിടെ ഡ്രൈവർ വേണ്ട. അവൾ അവളുടെ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെടുത്തരുത്. ആ കാർ എടുത്ത് കൂടെ പോകൂ. പുതിയ ഡ്രൈവർ കൊള്ളാമല്ലോ. മകൾക്കൊരു കാവൽക്കാരൻ കൂടി ആയിരിക്കും. ഈ ധിക്കാരത്തിന്റെ അർത്ഥം ചിരിച്ചു കാണിക്കാനല്ല പറഞ്ഞത്. നീ ഞങ്ങളുടെ ഡ്രൈവർ ആണെങ്കിൽ എന്നെ അനുസരിക്കണം. വണ്ടി മാറ്റിയിടണം. ഇത്രയധികം സ്പീഡ് വേണോ ബേബി? എന്റെ സ്പീഡ് നിയന്ത്രിക്കലാണോ നിന്റെ ജോലി? അതും കൂടിയാണ്. മനസ്സിലാവുന്നുണ്ട്. ഇതിനൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞോളാം. ക്ലബിലെത്താൻ വൈകുന്നു. താൻ കാർ മാറ്റി തരുന്നുണ്ടോ? കാറ് മാറ്റാം, പക്ഷേ ബേബി ക്ലബിൽ പോവില്ല. എന്ത്? ഇന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും. എന്റെ കാര്യത്തിൽ നീ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത്? ഞാൻ അതിന് കടപ്പെട്ടവനാണ്. കടപ്പെട്ടവനോ? അതെ. ബേബിക്ക് എന്നെ മനസ്സിലായി കാണില്ല. മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. കളിച്ചു വളർന്നവരോ? കള്ളം. ഞാനിങ്ങനെ ഒരാളെ ഓർക്കുന്നില്ല. സിദ്ധയൻ എന്ന കാര്യസ്ഥനെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ മകനെ ഓർക്കുന്നു. കുട്ടിക്കാലത്ത് നിനക്ക് ആ കൂട്ടുകാരനെ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രഭാകരനാണ് ഞാൻ. ആ പയ്യൻ 15-ാം വയസ്സിൽ നാട് വിട്ടു. മറുനാട്ടിൽ പല ജോലികളും ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഇപ്പൊ അച്ഛന് വയസ്സായി. ഇനി ഈ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചു. അതിന് കൽപ്പിച്ച ജോലി ചെയ്താൽ മതി. എന്നെ ഉപദ്രവിക്കണമെന്നുണ്ടോ? ഉപദ്രവിക്കുകയല്ല, സഹായിക്കുകയാണ്. ബേബിക്ക് ഇപ്പൊ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ, എനിക്ക് ഒരു ഉപകാരം ചെയ്ത കൊള്ളാം. തൽക്കാലം ഞാൻ ആരാണെന്ന് ബേബി ആരെയും അറിയിക്കാതിരിക്കണം. അപ്പോൾ ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടല്ലേ? അല്ല, നല്ല ആലോചന. എനിക്കൊന്നും കേൾക്കണ്ട. ബേബി, ബേബി, ഇത്രയും വലിയ മാറ്റം നിനക്ക് എങ്ങനെ ഉണ്ടായി? എനിക്കൊരു മാറ്റവുമില്ല. എന്നെ വെറുതെ വിട്ടേക്കണം.